left onto Kamanikenpalayam, Annur Road, Somanur Road. ഹായ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്രയാണ്. അതായത് കുറച്ച് വൈകിയെന്നറിയാം, അതൊരു ട്രെൻഡായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരുപാട് ഇപ്പോൾ ഈ യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു റൂട്ട് കൂടെയാണ് ഈ മസിനഗുഡി എന്നറിയാം. അപ്പോൾ കുറച്ച് വൈകിയാണെങ്കിലും നമ്മൾ ആ റൂട്ടിലേക്ക് പോവുകയാണ്. മസിനഗുഡിയല്ല, നമ്മൾ മെയിനായിട്ട് ഗുണ്ടൽപേട്ട് സൺഫ്ലവർ തോട്ടങ്ങളിലേക്കും അവിടുന്ന് മസിനഗുഡി വഴി ഊട്ടിയിലേക്കുമാണ്. നമ്മളിപ്പോൾ ഉള്ളത് അണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോയമ്പത്തൂർ അണ്ണൂർ. അപ്പോൾ നമ്മൾ സേലം റൂട്ടിൽ നിന്ന് കയറിയതിന് ശേഷം അവിടുന്ന് അണ്ണൂർ റൂട്ടിലേക്ക് കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗുണ്ടൽപേട്ടിലേക്ക് പോകാൻ ഈസിയാണ്. നമ്മൾ ഇല്ലെങ്കിൽ സാധാരണ കോയമ്പത്തൂർ പോയി ഊട്ടി കയറി വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റലാണ്. പക്ഷെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് അങ്ങനെയാണ് പോകുന്നത്. കാരണം ആ ഒരു വഴി മസിനഗുഡി വഴി നമുക്ക് ഊട്ടിയിലേക്ക് കയറുന്ന സമയത്ത് പിന്നീട് തിരിച്ച് വരുന്നത് ലോങ് ആണ്. അപ്പോൾ നമ്മൾ ആ വഴി തന്നെയായിരിക്കും വരിക. അപ്പോൾ എന്തായാലും തുടർന്ന് വീഡിയോ കാണാം, നല്ല അടിപൊളിയൊരു വീഡിയോ ആയിരിക്കും. നമ്മളിതിൽ മാക്സിമം ഈ ഒരു റൂട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സകലത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ തുടർന്ന് വീഡിയോ കാണാം കേട്ടോ. ഇപ്പോൾ ഗുണ്ടൽപേട്ടാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ ഇടുന്നില്ല, അതായത് ഊട്ടി വരെ നമ്മൾ ഇടുന്നില്ല. ഗുണ്ടൽപേട്ട് സൺഫ്ലവർ തോട്ടം വരെ മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. ബാക്കി വീഡിയോ പാർട്ട് 2 ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. കാരണം ഇത് തന്നെ ഏകദേശം 15 മിനിറ്റിൻ്റെ അടുത്ത് ഈ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ബോറടിപ്പിക്കാതെയും അതുപോലെ കണ്ടിന്യൂഷനായിട്ട് കാണാൻ പറ്റാത്തവർക്കായിട്ടാണ് നമ്മളിത് 2 പാർട്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഗുണ്ടൽപേട്ടാണ്. ഇപ്പോൾ പോകുന്ന വഴി എന്ന് പറയുന്നത് സത്യമംഗലം കാട് വഴിയാണ്. അതായത് സത്യമംഗലം എന്ന് കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം ആളുകൾക്ക് മനസ്സിലാവും നമ്മുടെ വീരപ്പൻ്റെ നാടാണ് ഈ ഒരു സത്യമംഗലം എന്ന് പറയുന്നത്. മൂപ്പര് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തതൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അതൊക്കെ ഈ സത്യമംഗലം കാടുകളിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാടും കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞൊരു റൂട്ടാണ് ഈ ഒരു റൂട്ട്. അതുപോലെ ഈ റൂട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് കുരങ്ങന്മാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ള അമ്പലത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ ഫോറസ്റ്റുകാരോ കൊടുത്തിട്ടുള്ള പഴങ്ങളാണ് ഇപ്പോൾ ഇവന്മാരിവിടെ ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഈ വഴി നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഭവാനി സാഗർ ഡാം നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം വലിയൊരു ഡാം തന്നെയാണ്. അതായത് ഇവിടെയുള്ള ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾക്കും തൊട്ടടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളും എല്ലാവരുടെയും കൃഷി ആവശ്യങ്ങൾക്കായിട്ട് വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാമാണ് ഈ ഭവാനി സാഗർ ഡാം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇതുപോലെയുള്ള നല്ല അടിപൊളി കാഴ്ചകളാണ്. പിന്നെ പെട്രോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനമായിട്ട് ഈ റൂട്ടിലേക്ക് കയറുമ്പോൾ ഈ ഒരു പമ്പിലാണ് അടിക്കാൻ പറ്റുക, ഭാരത പെട്രോളിയത്തിൻ്റെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈവേ സൈഡിൽ നിന്നോ അടിച്ചിട്ട് അണ്ണൂർ ഭാഗത്ത് എവിടെന്നെങ്കിലും നിങ്ങൾക്ക് പെട്രോൾ അടിച്ചിട്ട് വരാവുന്നതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ പമ്പുകളുണ്ട്, പക്ഷെ വളരെ ലോക്കൽ പമ്പുകളാണ്. 10-12 കിലോമീറ്റർ കഴിഞ്ഞായിരിക്കും പമ്പുകൾ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ണെണ്ണ മിക്സോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള പെട്രോൾ ആയിരിക്കും നമുക്ക് കിട്ടുക. ചിലപ്പോൾ വണ്ടിക്ക് വരെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. ആ ഒരു റൂട്ടിൻ്റെ എൻഡിങ്ങോടുകൂടെ തന്നെ നമ്മൾ സത്യമംഗലം റൂട്ടിലേക്കുള്ള വഴി സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ ടൈഗേഴ്സിൻ്റെയൊക്കെ നമുക്ക് റോഡ് ക്രോസിങ് സൈനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഫോറസ്റ്റായിട്ട് വണ്ടി ഉണ്ടാവും. ഇവിടെ വണ്ടിയൊന്നും റോഡിൽ നിർത്തി ഫോട്ടോ എടുക്കരുത്. മൃഗങ്ങളെയൊക്കെ സ്പോട്ടിങ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വണ്ടി മൂവിങ്ങിൽ വെച്ച് തന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ, ഈ സത്യമംഗലം റൂട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ടാസ്ക് ആയിട്ട് നമുക്ക് വരുന്നത് ഈ ദിമ്പം എന്ന് പറയുന്ന ഏരിയയാണ്. ഈ ഏരിയ എന്ന് പറയുന്ന ഒരു ഹിൽ ഏരിയയാണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ചരക്ക് വണ്ടികളാണ് നമുക്ക് ഹില്ല് ഇറങ്ങിയും ഹില്ല് കയറിയും വരുന്നത്. അപ്പോൾ ഈ റൂട്ടിൽ അത്യാവശ്യം ഡ്രൈവിംഗ് അറിയുന്ന ഒരാൾ മാത്രം വണ്ടി എടുക്കുക. അത്യാവശ്യം ഡ്രൈവിംഗ് അറിയാത്ത ഒരാളാണെങ്കിൽ ഇവിടെ എത്തുന്ന സമയത്തെങ്കിലും കൈമാറി വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. കാരണം അവർക്ക് നമുക്ക് ഹോണും കാര്യങ്ങളായിരിക്കും അവർ തരിക. അപ്പോൾ അതിനനുസരിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ മാത്രമേ അവർക്ക് സൈഡും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു റൂട്ടിലെ കാര്യങ്ങളെന്ന് പറയുന്നത് രാവിലെ ഈ പറയുന്ന കാഴ്ചകൾ പോലെ തന്നെയാണ് രാത്രിയും നല്ല ഭംഗിയാണ് ഈ റൂട്ടിലേക്ക് വരാൻ. അതുപോലെ തന്നെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു റൂട്ടും കൂടെയാണ് ഈ സത്യമംഗലം എന്ന് പറയുന്നത്. ഒരുപാട് കള്ളന്മാർ ഇപ്പോഴും ഈ ഒരു ഭാഗങ്ങളിൽ ഉണ്ട് കേട്ടോ. നമ്മൾ ഒറ്റപ്പെട്ട് വരുന്ന വണ്ടികളാണെങ്കിൽ വണ്ടി ആക്രമിച്ച് കയ്യിലുള്ള സാധനങ്ങൾ മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാർ ഇപ്പോഴും ഈ റൂട്ടിലുണ്ട്. അപ്പോൾ രാത്രി യാത്രകൾ ഈ ഒരു റൂട്ടൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം.
മേട്ടുപ്പാളയം വഴി ഊട്ടിയിലേക്ക് പോയി മടുത്തവർ മോർണിംഗ് ടൈമിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ഊട്ടിയിലേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ. നല്ല കാഴ്ചകളാണ്, നമ്മൾ ഇന്നേ വരെ കാണാത്ത ഒരുപാട് കാഴ്ചകളാണ്. ഈ റൂട്ടിലേക്ക് വരുമ്പോൾ ഈ റേസിങ്ങും കാര്യങ്ങളും മാത്രം ചെയ്യാതിരിക്കുക. ഈ ഹില്ല് കയറി കഴിഞ്ഞതും നമുക്ക് ദിമ്പം എന്ന് പറഞ്ഞ ബോർഡ് കാണാൻ പറ്റും. അവിടുന്ന് നമുക്ക് സത്യമംഗലം റൂട്ടിലേക്കുള്ള വഴി സ്റ്റാർട്ടാവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നതൊക്കെ ഈ മരങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരുപാട് ലോഡൊക്കെ നിറച്ചിട്ടുള്ള ലോറികളാണ്. ഇവിടുന്ന് ഈ കാടുകളിൽ നിന്ന് മരങ്ങളൊക്കെ മുറിച്ച് കൊണ്ടുപോകുന്ന വണ്ടികളാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വണ്ടികൾ അങ്ങനെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ പാസഞ്ചേഴ്സ് ആയിട്ടുള്ള വണ്ടികൾ ഈ ഒരു റൂട്ടിൽ വളരെ കുറവാണ്. കാരണം ഇത്രയും ലോങ്ങും ഇത്രയും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കേർവ്സൊക്കെ തിരിഞ്ഞ് അധികം യാത്രക്കാരും ഈ ഒരു റൂട്ടിൽ വരാറില്ല. ബാക്കിൽ കണ്ടില്ലേ, നമ്മുടെ ഡ്രൈവറാണ് നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ഡ്രൈവറാണ്. ഇന്നത്തെ യാത്ര എന്നല്ല, നമ്മുടെ ഇനിയുള്ള എല്ലാ യാത്രകളിലും ഡ്രൈവറാണ്. നമ്മളിന്ന് 7 പേരാണ് കേട്ടോ. എൻ്റെ കുഞ്ഞാപ്പിയും കൂടെ ചേർത്തിട്ട് 7 പേരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സത്യമംഗലം കാട്ടിലാണ്. അപ്പോൾ സത്യമംഗലം കാട്ടിലേക്ക് നമ്മൾ കയറിയപ്പോൾ ചെക്ക് പോസ്റ്റിൽ നമുക്ക് അവിടെ നിന്നൊരു എൻട്രി കിട്ടിയായിരുന്നു, നമ്മുടെ വണ്ടി നമ്പറൊക്കെ അടിച്ചിട്ട്. പക്ഷേ അതിൽ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ എക്സിറ്റ് ടൈമൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻട്രി ടൈം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ എക്സിറ്റ് ചെക്ക് പോസ്റ്റ് എത്തുന്ന സമയത്ത് അവർ സമയവും കാര്യങ്ങളും നോക്കുമെന്നുള്ള അറിയില്ല. ഇപ്പോൾ എന്തായാലും ഞാൻ സ്ഥലം കാണിച്ചു തരാം. ഒരു ചെറിയൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഭാഗത്തായിട്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ്. അല്ലാതെ കാടിൻ്റെ ഒരു ഭാഗത്ത് നിർത്തിയതല്ല. അത്യാവശ്യം വണ്ടികൾ KSRTC, ഇവിടുത്തെ കർണാടക KSRTC കാര്യങ്ങളൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് വണ്ടി ഹില്ലൊക്കെ കയറി വന്നതല്ലേ, അപ്പോൾ വണ്ടിക്കൊരു റെസ്റ്റിനൊക്കെ ആയിട്ട് നമ്മളിവിടെ നിർത്തിയതാണ്. പിന്നെ നമ്മുടെ കാറിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു ബാഗില്ലേ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് കേരിയറും കാര്യങ്ങളൊന്നും വെക്കാത്ത കാറുകൾക്ക് വെക്കാൻ പറ്റിയ ബാഗാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് തന്നെ എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ അതിന് മുകളിൽ കൊടുക്കാം. അപ്പോൾ ആ ബാഗ് എത്രത്തോളം യൂസ്ഫുള്ളാണെന്നുള്ളത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് ഫീൽ ചെയ്ത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വെറുതെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട്. നമ്മൾ ഈ കാടുകളൊക്കെ ഉള്ള റൂട്ടിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് തന്നെ ഈ അനിമൽസിൻ്റെ ഒക്കെ സൈറ്റിങ് കിട്ടാനാണല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു റൂട്ടാണിത് കേട്ടോ. നമ്മൾ സത്യമംഗലം കാട് കയറി ഫസ്റ്റ് തന്നെ കുറേ മാനുകളായിട്ടുള്ള ഒരു മാൻകൂട്ടം തന്നെ നമുക്ക് സൈറ്റിങ് കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു റൂട്ടിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ മരങ്ങൾ, 2 സൈഡും മരങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമുക്ക് പിന്നീട് കാണാൻ പറ്റുക. അപ്പം നിങ്ങൾ ഫുഡൊക്കെ ക്യാരി ചെയ്ത് വരുന്നവരാണെങ്കിൽ, വണ്ടിയിൽ ഫുഡൊക്കെ കൊണ്ടുവരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാവുന്നതാണ്. കാരണം ഇതാണ് പിന്നെ നിങ്ങൾക്ക് ആ ഒരു എൻട്രി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെയൊക്കെ കാട് ഭാഗങ്ങൾ, അപ്പോൾ അവിടെ നമുക്ക് വണ്ടി നിർത്തി ഭക്ഷണം ഒന്നും കഴിക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മുടെ മുന്നിൽ ഈ കാണുന്ന ബസ് ബാംഗ്ലൂർ വണ്ടിയാണ് കേട്ടോ. ഇത് കാട് വഴിയാണ് ഈ വണ്ടി പോകുന്നത്. നമുക്ക് അണ്ണൂരിൽ നിന്ന് സ്ട്രൈറ്റ് പോവുകയാണെങ്കിൽ സേലം റൂട്ട് കയറി തന്നെ നമുക്ക് ബാംഗ്ലൂരിൽ പോകാവുന്നതാണ്. പക്ഷേ ഈ ഒരു റൂട്ടിൻ്റെ ഭംഗി ആസ്വദിച്ച് പോകാൻ താല്പര്യമുള്ളവരും പിന്നെ ചുറ്റിക്കറങ്ങി ഹൈവേ എത്തി പോകാതെ ഈ ഒരു റൂട്ടിലുള്ള ആളുകൾക്ക് പോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബസ് ഈ ഒരു റൂട്ട് ഓടുന്നത്. എല്ലാ വീഡിയോയിലും നമ്മൾ എന്തെങ്കിലും ഒന്ന് വിട്ടു പോകാറാണുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോയത് ടോളിൻ്റെ കാര്യമാണ്. നമുക്ക് 3 ടോളാണ് വരിക. നമ്മൾ പാലക്കാട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വാളയാറും, അത് കഴിഞ്ഞ് കോയമ്പത്തൂർ നമ്മൾ ആ ചാവടി കഴിഞ്ഞ് ഒരു ടോൾ വരുന്നുണ്ട് 35 രൂപയുടെ. വാളയാറ് വരുന്നത് 85 രൂപയുടെയാണ് കാറിനാണെങ്കിൽ.
അത് കഴിഞ്ഞാൽ നമുക്ക് 125 രൂപയുടെ സേലം കയറുന്ന ഒരു ടോൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോൾ എടുക്കാതെ തന്നെ നിങ്ങൾ ലെഫ്റ്റിലേക്ക് ഇറങ്ങിയിട്ട് സർവീസ് റോഡ് വഴി നിങ്ങൾക്ക് ഈ അണ്ണൂരിലേക്ക് കയറാവുന്നതാണ്. നിങ്ങൾ ആ 125 രൂപയുടെ ടോൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് തന്നെ സർവീസ് റോഡാണ്. അപ്പോൾ ആ ഒരു ടോൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു റൂട്ടിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിയായിരുന്നു. അപ്പോൾ വൈപ്പറൊക്കെ ഇട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, ചുറ്റും മലനിരകളും മഞ്ഞപ്പൂക്കൾ എന്ന് പറഞ്ഞിട്ട്. അതുപോലെയുള്ള ഒരു കാഴ്ചയായിരുന്നു. പക്ഷെ ഇവിടെ മലനിരകളല്ല, കാടുകളായിരുന്നു. പക്ഷെ ഈ ഒരു കണ്ടതല്ല കേട്ടോ. ഇതിനു മുമ്പ് ഒരുപാട് മഞ്ഞ പൂക്കളുള്ള മരങ്ങളുണ്ടായിരുന്നു. നമ്മൾ ക്യാമറ എടുക്കുമ്പോഴേക്കും ആ ഒരു ഭാഗം കഴിഞ്ഞു പോയായിരുന്നു. എന്നാലും നമുക്ക് മുന്നോട്ടുള്ള ഈ ഒരു റൂട്ട് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല ഈ റൂട്ട് എത്രത്തോളം ഭംഗിയാണെന്നുള്ളത്. ഗുണ്ടൽപേട്ട് എത്തുന്നതിന് തൊട്ട് മുന്നായിട്ടുള്ള ഒരു വലിയൊരു ജംഗ്ഷൻ ആയിരുന്നു നമ്മൾ ഈ കാണുന്നത്. പക്ഷേ ഈ സ്ഥലം ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാനത് നോക്കാൻ വിട്ടുപോയായിരുന്നു. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അത്യാവശ്യം കാര്യങ്ങളും സാധനങ്ങളും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ സമീപത്ത് വേറെ എവിടെയും ഇതുപോലുള്ള സ്ഥലമൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ കാടുകളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഗുണ്ടൽപേട്ട് വെൽക്കം ഒക്കെ ചെയ്തായിരുന്നു. ആ ഒരു ബോർഡാണ് നിങ്ങൾ കാണുന്നത്. ഇനി വളരെ കുറച്ച് സമയങ്ങളും കുറച്ച് കിലോമീറ്റേഴ്സും കൊണ്ട് നമ്മൾ സൺഫ്ലവർ തോട്ടത്തിൽ എത്തുന്നതാണ്. ഗൈസ്, അപ്പോൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് ഊട്ടി മൈസൂർ റൂട്ടിലേക്ക് വരുന്ന വഴിയാണ് നമ്മുടെ ഈ ഒരു സൂര്യകാന്തി തോട്ടം ഉള്ളത്. അതായത് ഈ തോട്ടം ഞാൻ ലൊക്കേഷൻ കൊടുക്കാം കേട്ടോ, കാരണം ഗൂഗിൾ മാപ്പിൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ ഇല്ല. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ കൊടുക്കാം. നമ്മുടെ ഒരു സ്റ്റാറാണ്, ആൾക്ക് മലയാളവും തമിഴും കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം. കന്നഡ ടീച്ചറാണ്, റിട്ടയർഡ് ടീച്ചറാണ്. അപ്പോൾ ആളെ പരിചയപ്പെട്ടു. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്. വലിയ ചാർജൊന്നും ഇല്ല ഇവിടെ, നിങ്ങൾക്ക് സുഖമായിട്ട് വരാം. പിന്നെ നമുക്കിവിടെ ടൈം കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. മൂപ്പർ എത്ര നേരം വേണമെങ്കിലും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ നമ്മളെ സമ്മതിക്കുന്നതാണ്. ഇവിടെ അങ്ങനെ സീസൺ പ്രശ്നമില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ആൾ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഇപ്പോഴത്തെ സീസണാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഈ ഒരു ബാച്ച് സ്റ്റാർട്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ അപ്പുറത്തെ ബാച്ച് സ്റ്റാർട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വന്നാലും ഇവിടെ സൂര്യകാന്തി നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ചും ടൈമും കാര്യങ്ങളൊന്നുമില്ല. വെൽക്കം, എനി ടൈം വെൽക്കം. അതെ, ആൾ തന്നെ പറയുന്നുണ്ട്. ഈ സൺഫ്ലവർ ഫാമിനെ കുറിച്ച് ഒരുപാട് പേര് വ്ളോഗിലും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും, പോകുന്ന വഴികളിൽ ഈ സൺഫ്ലവർ തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും, ഇതിൻ്റെ ഒരു ഭംഗി അടുത്തറിയുന്നതേ നമ്മൾ ഈ ഒരു ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്, സത്യം അടിപൊളി. നിങ്ങൾ ഈ വരികയാണെന്നുണ്ടെങ്കിൽ, ഈ റൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സൺഫ്ലവർ തോട്ടം കൂടെ ഒന്ന് കാണണം കേട്ടോ.